Hello friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ HDFC ബാങ്കിന്റെ UPI റൂപേ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഇത് ആക്ച്വലി ഒരു വെർച്വൽ കാർഡ് ഓൺലി ഒരു കാർഡാണ്. നിങ്ങൾക്ക് HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡൊക്കെ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോംപ്ലിമെന്ററി കാർഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും ഓൾറെഡി. അതല്ലാണ്ട് നമുക്ക് ആക്ച്വലി ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു പ്രൈമറി എന്താ പറയുക ക്രെഡിറ്റ് കാർഡായിട്ടും വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റൂട്ടാ. ഇതൊരു വെർച്വൽ കാർഡ് ഓൺലി ആണ്. അതായത് നമുക്ക് നമ്മുടെ UPI ആപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. നമ്മുടെ എഡ്ജ് കാർഡ് ഇല്ലേ, ജൂപ്പിറ്റർ എഡ്ജ് കാർഡ്, അതുപോലെ തന്നെ യെസ് ബാങ്കിന്റെ UPI ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഡിജിറ്റൽ കാർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കൽ കാർഡ് കിട്ടില്ല. അത് ഓൾറെഡി ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ. അതുപോലെ തന്നെ ജോയിൻ ഫീസും 250 രൂപ പ്ലസ് GST സംഭവമൊക്കെയാണ് ആനുവൽ ഫീസും ജോയിൻ ഫീസൊക്കെ വരുന്നത്. പക്ഷേ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറായിട്ട് $999, അതായത് 99 പ്ലസ് GST ആയിട്ട് കുറേ പേർക്ക് ഇപ്പോൾ ഓഫറിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയോക്കാം, അപ്ലൈ ചെയ്ത് നോക്കിയോക്കാം. അതായത് ആനുവൽ ഫീസും ജോയിൻ ഫീസും 95 രൂപ പ്ലസ് GST ആയിട്ട് അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഡീൽ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡാണ് UPI മിക്ക കടക്കാരും മർച്ചൻസും ഒക്കെ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ എന്ത് ഇഷ്യൂ, ഇത് ആദ്യം വന്ന സമയത്തൊക്കെ കുറേ പേര് ഇത് ക്രെഡിറ്റ് കാർഡാണ് UPI ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ നോർമൽ ബേക്കറിക്ക് അങ്ങനത്തെ ചെറിയ കടകളിൽ പോലും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡാണ് UPI അക്സെപ്റ്റഡ് ആണ്. ഇപ്പോൾ ഞാനും മെയിൻലി ഉപയോഗിക്കുന്ന ആ പരിപാടി എന്താ വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ഈ ഇഷ്ടം പോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവുന്ന പരിപാടികളുണ്ട്. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ത്രൂ നമ്മൾ എന്തെങ്കിലും ഒരു QR കോഡോ UPI ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഈ ക്രെഡിറ്റ് കാർഡ് UPI ത്രൂ ആണ് നോർമലി എല്ലാ പേയ്മെൻറ്റും ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് മാത്രമേ ബ്ലോക്ക് ആവുള്ളൂ, അല്ലാണ്ട് വേറെ ഇഷ്യൂ സംഭവമൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സംഭവമൊന്നും ബ്ലോക്ക് ആവില്ല. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു സെക്യൂരിറ്റി മെഷറിന് പോകുന്ന സംഭവമാണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പോയിന്റിൻ്റെ അല്ലെങ്കിൽ റിവാർഡ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 3% ക്യാഷ് പോയിന്റ്സ് ഓൺ ഗ്രോസറീസ്, സൂപ്പർ മാർക്കറ്റ്, ഡൈനിങ് സ്പെൻസ്, പേസാപ്പ് സ്പെൻസിനൊക്കെ നമുക്ക് 3% കോയിൻസ് കിട്ടും. 2% ക്യാഷ് പോയിന്റ്സ് ഓൺ യൂട്ടിലിറ്റി സ്പെൻസ്, അതായത് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2%. 1% ക്യാഷ് ബാക്ക് ഓൺ അതർ സ്പെൻസ്, അതായത് എക്സ്ക്ലൂഡിങ് റെന്റ്, ഫ്യൂവൽ, വാലറ്റ്, ഗവൺമെന്റ്, EMI സ്പെൻസ്. ഇതിനൊന്നും നമുക്ക് ക്യാഷ് പോയിന്റ്സ് ഇല്ല. ബാക്കി എല്ലാത്തിനും നമുക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടാം. പിന്നെ അത് ഫിസിക്കൽ കാർഡ് ഉണ്ടാവില്ല, വെർച്വൽ കാർഡ് മാത്രമേ ഇഷ്യൂ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ UPI ആപ്പിലും ഈ സാധനം ഉപയോഗിക്കാം. HDFC ബാങ്ക് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി UPI ക്രെഡിറ്റ് കാർഡിൽ പോയിട്ട്. അതിൽ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ നമ്പർ വെച്ചത് അതിൽ ഡിറ്റക്ട് ചെയ്ത് കൊടുക്കുക, വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും വിത്ത് നിങ്ങൾ റെഫറൽ ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു ഓഫറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആക്ച്വലി HDFC ബാങ്കിൻ്റെ തന്നെ ബിസിനസ് ക്രെഡിറ്റ് കാർഡ്, എന്തായാലും പേര് ഞാൻ പറഞ്ഞു, ബിസിനസ് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന സാധനം ഇപ്പോൾ ഓഫറിൽ ആനുവൽ ഫീസും ജോയിൻ ഫീസും ഇല്ലാണ്ട് തന്നെ 0 ജോയിൻ ഫീസിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അപ്ലൈ നോക്കാം. നമ്മൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആമസോണിൽ അല്ലെങ്കിൽ സ്വിഗ്ഗി വൗച്ചർ വർത്ത് ₹250 രൂപ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 7.5% അപ് ടു ₹250 റെസ്റ്റോറൻറ്റ് ബേസ്, സ്വിഗ്ഗി, ഡൈൻ ഔട്ടിലൊക്കെ നമുക്ക് ഈ കാർഡ് കൊണ്ട് ഉപയോഗിക്കാം. ഒരു ബിസിനസ് ക്രെഡിറ്റ് കാർഡാണ് എൻ്റെ ഉണ്ടായിട്ട് HDFC ബാങ്കിൻ്റെ ബിസിനസ് ക്രെഡിറ്റ് കാർഡ്. പക്ഷേ ഇതിപ്പോൾ ഓഫറിൽ കിട്ടുന്നതാണ്. ബിസിനസ് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന സാധനം വരെ പുതിയ റീസണൽ ഇറക്കിയ സാധനമാണ്. അതിപ്പോൾ ഓഫറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല പരിപാടിയാണ്. നിങ്ങളൊരു പ്രത്യേകിച്ച് ഒരു HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എന്താ പറയുക ഫ്രീ കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ, HDFC ബാങ്കിൻ്റെ ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡുകൾക്ക് ബാക്കിയുള്ള കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡുകാട്ടും അപ്രൂവൽ റേറ്റ് കുറവാണ് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ സ്വിഗ്ഗി HDFC കാർഡ് എൻ്റെ ക്രെഡിറ്റ് കാർഡും ഇപ്പോൾ അത്യാവശ്യം നല്ല അപ്രൂവൽ റേറ്റ് വരുന്നുണ്ട്. അതിന് ഞാൻ ലിങ്ക് താഴെ കൊടുത്തത്. നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തോടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനാണ് ആക്ച്വലി ഇതിനായിട്ടും കൂടുതൽ അപ്രൂവൽ റേറ്റ് വരിക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ UPI കാർഡ് നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ബിസിനസ് ക്രെഡിറ്റ് കാർഡ് നോക്കിയാൽ മതിട്ടാ. എന്താ വെച്ചാൽ നിങ്ങൾ മാക്സിമം ഒരു മാസത്തിലൊരു 3 ക്രെഡിറ്റ് കാർഡൊക്കെ അപ്ലൈ ചെയ്താൽ മതി. അതിൻ്റെ മുകളിൽ പോകണ്ട. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ 3 ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ലോൺ രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു മാസം 3 അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സിബിൽ സ്കോർ എഫക്റ്റ് കിട്ടാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽസ് കൂടുതൽ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാരണം എൻ്റെ കമൻറ്റ് ചെയ്താൽ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പ്രോഗ്രാമാണ് നമ്മുടെ Instagram പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. മറക്കണ്ട കേട്ടോ. നമ്മുടെ 3ാമത്തെ ചാനൽ കാണാനും മറക്കണ്ട, GCH വേൾഡ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. എവിടെയാ